ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ് 2016 ഇൻ്റർഫേസ് ആണ്. ഇൻ്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി വരുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാം. അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിൻ്റെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. നമ്മുടെ ടോപ്പ് ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്ക് പറയുന്നതാണ്, ആ ബാറിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണെന്ന് ഞാനൊരു വേർഡ് ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെയാണ് ക്വിക്ക് ആക്സസ്. നമുക്ക് പെട്ടെന്ന് ഓപ്പൺ അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കുറേ കമാൻഡുകളെ നമുക്കവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത് ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ ടിക്ക് ഉള്ളത് അവിടെ ഡിസ്പ്ലേ ആകും. ഇപ്പോൾ എനിക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ കമാൻഡ് എനിക്ക് അവിടെ വേണമെങ്കിൽ അത് ടിക്ക് ഇടുക. ദെൻ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അൺചെക്ക് ചെയ്യുക. ചെക്കും അൺചെക്കും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ക്വിക്ക് പ്രിൻറ്റ് വേണം, പ്രിൻറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ബട്ടൺ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം ഈ ഏരിയയ്ക്ക് പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിൽ കാണാം. ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേര് അതവിടെ ഡിസ്പ്ലേ ആകും. ഞാൻ ഇവിടെ വേർഡ് ഓപ്പൺ ചെയ്യാം. വേർഡിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഡോക്യുമെൻറ്റ് 12, അതായത് 12ാമത്തെ ഡോക്യുമെൻ്റാണ്. അതായത് ഒരു വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു പേരാണ് ഡോക്യുമെൻറ്റ്. ദെൻ 1 2 3 4 5 എന്ന് പറഞ്ഞാണ് വരുന്നത്. നമ്മളത് ഏതെങ്കിലും ഒരു ഫയൽ നെയിമിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേരായിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ വേർഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫയലിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് ട്രെയിനിങ് എന്നായിരിക്കും അവിടെ ഡിസ്പ്ലേ ആകുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ടോപ്പ് റൈറ്റിലുള്ള ഏരിയ ആണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, കൺട്രോൾ ബട്ടൺസ് ആണ്. നമുക്കവിടെ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മാക്സിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, 3 ആക്ടിവിറ്റിയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കൺട്രോൾ ബട്ടൺസ്. ഇനി അതിൻ്റെ താഴെ വരുന്ന ഈ ഒരു ടോട്ടൽ ഏരിയയ്ക്ക് പറയുന്ന പേരാണ്, കുറേ കമാൻഡ്സുകളും കുറേ ടാബുകളുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ടോട്ടൽ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് റിബൺ. ഓക്കെ, ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് റിബൺ എന്ന് പറയുന്നത്. റിബണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല പല ടാബുകൾ, ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, ഇങ്ങനെ പറഞ്ഞ് പല പല ടാബുകളായിട്ടാണ് ഇത് നമ്മുടെ കമാൻഡ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഹോം ടാബിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പല പല ഗ്രൂപ്പുകളുമുണ്ട്. ഓരോ ഗ്രൂപ്പുകളിനകത്താണ് പല പല കമാൻഡ്സുകൾ ഇരിക്കുന്നത്. ഹോം ടാബിനകത്ത് നോക്കിയാൽ മതി, ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, ദെൻ ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്. അപ്പം റിബണിൻ്റെ അണ്ടറിൽ പല പല ടാബുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആ ടാബുകളുടെ അണ്ടറിൽ പല പല ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിനുള്ളിലാണ് പല പല കമാൻഡ്സുകൾ. ഓക്കെ, ഈ ടോട്ടൽ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് റിബൺ. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ടാബിൻ്റെ നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയി പോകുന്നതാണ്. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമൈസ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ബൈ മിസ്റ്റേക്കിൽ നമുക്ക് ചിലപ്പോൾ അത് മിനിമൈസ് ആയി പോയെന്നിരിക്കാം. അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ടാബിൻ്റെ പേര് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയി പോവും. പിന്നെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യും, പക്ഷേ കഴ്സർ മാറ്റിയാൽ അത് ഹൈഡായി പോകുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ തിരിച്ചു വരികയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് റിബണിൻ്റെ ഏരിയ ആണ്. റിബണിൻ്റെ അണ്ടറിൽ ടാബുകളുണ്ട്, ടാബിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് പല പല കമാൻഡ്സുകൾ. ഓക്കെ, താഴെയാണ് നമുക്ക് റിബണിൻ്റെ അണ്ടറിലാണ് നമ്മൾ ബാക്കിയുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു റൂളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പേജിൻ്റെ കുറേ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഈ പറയുന്ന റൂളറിൻ്റെ ഈ ഒരു പോയിന്റ് തൊട്ട് റൈറ്റിലേക്കായിരിക്കും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാൻ പറ്റും, അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ദെൻ അതുപോലെ തന്നെ ടോപ്പിലും റൂളർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് തൊട്ട് താഴേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു ബോക്സ് പോലെയാണ് നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, റൂളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ ലെഫ്റ്റ് റൂളർ തൊട്ട്, അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു പോയിന്റ് തൊട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു എൻഡ് വരെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലൈനിലേക്ക് അത് മൂവ് ആയി പോകും. ഓക്കെ, ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കഴ്സറുണ്ട്. അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് താഴേക്കും മുകളിലേക്കും. അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഡോക്യുമെൻറ്റിനെ വായിക്കാനും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഡബിൾ ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള റൂളറാണ് ഇവിടെ ഉള്ളത്.
ഇനി ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ള ഏരിയയ്ക്ക് പറയുന്നതാണ് സ്റ്റാറ്റസ് ബാർ. നിങ്ങൾക്ക് ഓരോ സ്റ്റാറ്റസും നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പേജ് നമ്പർ 1 നിൽക്കുന്നതുകൊണ്ടാണ് പേജ് ഓഫ് 1 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ എൻ്റർ അടിച്ച് ഞാനിത് സെക്കൻഡ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഞാനിവിടെ സെക്കൻഡ് പേജിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ കഴ്സർ നിൽക്കുന്നത് സെക്കൻഡ് പേജിലാണ്. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ ഫസ്റ്റ് പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 of 2 എന്നായിരിക്കും വരുന്നത്. നമ്മുടെ കഴ്സർ ഇവിടെ നിൽക്കുന്നു, അതായിരിക്കും ഫസ്റ്റ് വരുന്നത് പേജ് നമ്പറായിട്ടും. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പേജസുമാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് എത്ര വേർഡ് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വേർഡേ ഉള്ളൂ. ഞാൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പം സാമ്പിൾ സൈസ് വേർഡ് സ്പേസ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ 3 വേർഡ് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 വേർഡ്സ്. ടോട്ടൽ കൗണ്ട് ഓഫ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൂം. ഓക്കെ, നമ്മളിപ്പോൾ കിടക്കുന്നത് 100%, കാരണം ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനി സൂം കുറയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേജിൻ്റെ സൈസ് സൂം വെച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂട്ടാൻ പറ്റുന്നതാണ്. ബൈ ഡീഫാൾട്ടായിട്ട് 100 ആണ് വേണ്ടത്. 100 ആണ് എപ്പോഴും നോർമലായിട്ട് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ പേജ് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി പേജിൻ്റെ പല പല വ്യൂസ് ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ പെട്ടെന്ന് ഇപ്പം നോക്കണ്ട, അതിന് മുന്നേ കുറേ കാര്യങ്ങളൂടെ പറയാനുള്ളതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വേർഡിൻ്റെ ഇൻ്റർഫേസ് ആണ്. നമ്മൾ പറഞ്ഞു പല രീതിയിൽ പല പല കാര്യങ്ങൾ ഈ വേർഡിനകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.